നക്ഷത്രലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഈ വീഡിയോയിൽ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഡേസി HVS-1 നെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ ഡേസി HVS-1 എന്ന ഒരു പുരാതന ലോഹാംശം കുറഞ്ഞ ഹൈപ്പർവെലോസിറ്റി നക്ഷത്രത്തെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാം. ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് ഡേസി, ESAയുടെ ഗായ ഉപഗ്രഹം എന്നിവയുടെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇത് ARXIV പ്രീപ്രിന്റ് സെർവറിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഡേസി HVS-1 ഒരു ഹൈപ്പർവെലോസിറ്റി നക്ഷത്രമാകാൻ ഹൈപ്പർവെലോസിറ്റി സ്റ്റാർ HVS സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. എന്താണ് ഈ ഹൈപ്പർവെലോസിറ്റി നക്ഷത്രങ്ങൾ? ഗാലക്സിയിലെ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി ഉയർന്ന വേഗതയിൽ, സാധാരണയായി 500 km/s കൂടുതൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇവ. ഈ ഉയർന്ന വേഗത കാരണം ഹൈപ്പർവെലോസിറ്റി നക്ഷത്രങ്ങൾക്ക് അവയുടെ മാതൃ ഗാലക്സികളിൽ നിന്നുപോലും രക്ഷപ്പെടാൻ കഴിയും. ഒരു ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള അതിവിശാലമായ തമോഗർത്തം SMBH ഒരു ദ്വന്ദ്വ നക്ഷത്ര വ്യവസ്ഥയെ തകർക്കുമ്പോഴുണ്ടാകുന്ന ഹിൽസ് മെക്കാനിസം വഴിയാണ് ഇവ സാധാരണയായി ഉണ്ടാകുന്നത്. അതിശക്തമായ ഗുരുത്വാകർഷണ ശേഷിയുള്ള SMBH സ്ഥിതി ചെയ്യുന്ന ക്ഷീരപഥത്തിന്റെ കേന്ദ്രം ഇത്തരം ചലനാത്മകമായ ഇടപെടലുകൾക്ക് പേരുകേട്ട സ്ഥലമാണ്. അതുകൊണ്ടുതന്നെ പുതിയ ഹൈപ്പർവെലോസിറ്റി നക്ഷത്രങ്ങൾക്കായി തിരയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ് ഗാലക്റ്റിക് സെന്റർ. എങ്കിലും ഇതുവരെ ഗാലക്റ്റിക് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ച കുറച്ച് നക്ഷത്രങ്ങളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ദൂരങ്ങളിലും ചലനത്തിലുമുള്ള അനിശ്ചിതത്വങ്ങൾ കാരണം ഈ ദൂരെയുള്ള HVSകളുടെ കൃത്യമായ ഭ്രമണപഥം നിർണ്ണയിക്കാൻ പ്രയാസമാണ്. ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിലെ ഷുൻഹോങ് ഡെങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈ പുതിയ ഡേസി HVS-1നെ തിരിച്ചറിഞ്ഞത്. ഇതൊരു പഴയതും താഴ്ന്ന പിണ്ഡമുള്ളതും ലോഹാംശം കുറഞ്ഞതുമായ F-ടൈപ്പ് നക്ഷത്രമാണ്. ഗവേഷകർ ഇങ്ങനെ കുറിച്ചു: ഡേസൈ DR-1ൽ നിന്നുള്ള സ്പെക്ട്രോസ്കോപ്പിയും ഗായ DR-3ൽ നിന്നുള്ള കൃത്യമായ അസ്ട്രോമെട്രിയും ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ ആദ്യത്തെ പുരാതനവും താഴ്ന്ന പിണ്ഡമുള്ളതും ലേറ്റ് ടൈപ്പുള്ളതുമായ GC ഉത്ഭവ HVS സ്ഥാനാർത്ഥിയാണ് ഡേസി HVS-1. ഡേസി HVS-1 ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത ഇത് പഴയതും പിണ്ഡം കുറഞ്ഞതും ലോഹാംശം കുറഞ്ഞതുമാണ് എന്നതാണ്. ഡേസി HVS-1നെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ ഇനി നോക്കാം. ഈ നക്ഷത്രം ഭൂമിയിൽ നിന്ന് ഏകദേശം 12,300 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഗാലക്ടോസെൻട്രിക് ആകെ വേഗത ഏകദേശം 523 km/s ആണ്. ഇത് അതിന്റെ സ്ഥാനത്തെ രക്ഷപ്പെടൽ വേഗതയ്ക്ക് തുല്യമാണ്. ശേഖരിച്ച ഡാറ്റ സൂചിപ്പിക്കുന്നത് ഡേസി HVS-1 ഏകദേശം 12.9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗാലക്റ്റിക് കേന്ദ്രത്തിൽ നിന്ന് 1300 പ്രകാശവർഷത്തിനുള്ളിൽ കടന്നുപോയി എന്നാണ്. അന്ന് ഇതിന്റെ പുറന്തള്ളൽ വേഗത 682 km/s ആയിരുന്നു. ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഡേസി HVS-1 എന്നത് ഹിൽസ് മെക്കാനിസം വഴി ഗാലക്റ്റിക് കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ പഴയതും കുറഞ്ഞ പിണ്ഡമുള്ളതും ലോഹാംശം കുറഞ്ഞതുമായ HVS സ്ഥാനാർത്ഥിയാണ്. ഈ കണ്ടെത്തൽ മുമ്പ് തിരിച്ചറിഞ്ഞ യുവതും പിണ്ഡം കൂടിയതുമായ നക്ഷത്രങ്ങൾക്കപ്പുറത്തേക്ക് ഗാലക്റ്റിക് കേന്ദ്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട HVSകളുടെ അറിയപ്പെടുന്ന ജനസംഖ്യയെ വികസിപ്പിക്കും. ഡേസി HVS-1ന്റെ കണ്ടെത്തൽ ജ്യോതിശാസ്ത്ര ലോകത്ത് വലിയ പ്രതീക്ഷ നൽകുന്നു. കൂടുതൽ സ്ഥിരീകരണത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി.